ഗായ്സ് വെൽക്കം ബാക്ക്. നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വ്ളോഗ് ഇടാണ്. നമ്മൾ വീണ്ടും പഴയ പോലെ ഷാർജയിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് നമ്മുടെ ഫ്രണ്ടിനെ കാണാനും ഈ ഇരിക്കുന്നവർക്ക് ഒരു ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വിശേഷങ്ങൾ പോണ വഴിക്ക് കാണാം. നമ്മൾ ഡ്രൈവറായിട്ടുള്ള നമ്മൾ സലീം ഭായി ആണ്. പിന്നെ നമ്മൾ അൻസാറുണ്ട്. നമ്മളെ കൂടെ നമ്മളെ കടയത്തെ ഇത്തുപ്പക്കാരനായിട്ടുള്ള ഹാമിസ് ഉണ്ട്. പിന്നെ ഞാനും. ഞങ്ങൾ 4 ആളും കൂടിയാണ് പോണത്. നമ്മളെ ഇത് വിട്ട് പോയിട്ടില്ല. നമ്മള് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ളൂ യാത്ര. വരുമ്പോഴൊന്നും കണ്ടതായിട്ടുള്ള ഓർമ്മയും കൂടെ ഇല്ല. അങ്ങനൊക്കെ പുതിയ സംഭവങ്ങളൊക്കെ ഇപ്പം നമ്മളെ വഴിയിലുണ്ട്. പണ്ട് നമ്മൾ കണ്ട അതേ സ്ഥലമല്ല, ഒക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഈ ബിൽഡിംഗ് ഒക്കെ പണ്ടേ ഉണ്ട്. നോമ്പ് ലാസ്റ്റത്തെ നോമ്പായോണ്ട് ആളൊന്നുമില്ല വല്ലാണ്ട്. പിന്നെ വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട്. നമ്മൾ പോണത് അതൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരാളെടുത്തിട്ടാണ് നമ്മൾ ഫോൺ എടുക്കാൻ പോകുന്നത്. എൻ്റെ സുഹൃത്തും കൂടിയാണ്. അതിന് പുറമെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ആളെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കട്ടോ. നമ്മൾ യാത്ര തുടങ്ങി കുറച്ച് നേരമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല മലനിരകളൊക്കെ കണ്ടു തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീനറി ആണുള്ളത്. ഇവിടെയൊക്കെ റോഡ് വീതി കൂട്ടിയതിന് ശേഷം ഇവിടെയൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റേഡിയോ നമുക്ക് കുത്തി കളിച്ചിട്ട് ഒന്നും ആവുന്നില്ല. റേഡിയോ വർക്ക് ചെയ്യുന്നില്ല. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ പാസ്വേഡ്, അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതും നടക്കില്ല. അടിപൊളി മലനിരകളുടെ ഇടയിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി കാഴ്ച. ഈ കാഴ്ചകളൊന്നും ഇങ്ങനെ എപ്പോഴും കാണാൻ കിട്ടുന്ന കാഴ്ചകളല്ല. 2 സൈഡിലും മലകളാണ്. ഈ സൈഡിലാണെങ്കിലും ഈ സൈഡിലാണെങ്കിലൊക്കെ മലകളാണ്. ഇവിടെ കോറി ഉണ്ട് തോന്നുന്നു. ഇവിടെ മണ്ണെടുത്തോണ്ടിരിക്കുക. भाई ये मसाफी है, आगे थोड़ा आगे ना आएगा. हाँ ठीक है ठीक है. ये उधर ही मसाफी का बोर्ड दिखा है ना, इसलिए पूछा. നമ്മൾ കുറച്ച് വഴി തെറ്റി ആകെ തിരിഞ്ഞു പോയി. ലൊക്കേഷൻ ഇടയ്ക്ക് ഓഫ് ആവുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടിലായി. നമ്മളൊക്കെ ഫുജിയാറെ വന്നതൊക്കെ തല തിരിഞ്ഞു. നമുക്ക് ഫുജിയാറേന്ന് കോർഫക്കാൻ റൂട്ടിലാണ്. നമുക്കിന്നിപ്പോൾ നമ്മളവിടുന്ന് ആളെ ഇങ്ങോട്ട് വണ്ടി വിട്ടുന്നുണ്ട്. മുന്നിലൊരു വണ്ടി ഉണ്ട്. ആ വണ്ടിൻ്റെ പിന്നാലെ നമ്മൾ പോണത്. ഈ പോണ വണ്ടിനെ നമ്മൾ ചേസ് ചെയ്തിട്ടാണ് പോണത്. എന്നാലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. ഈ ഒരു വണ്ടി മാത്രമാണ് ഇപ്പോൾ നമുക്കൊരു പ്രതീക്ഷ. ലൊക്കേഷനൊന്നും വർക്ക് ചെയ്യണില്ല. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഓ ദുക്കാനേ ഈ ആകെ वाला ना. हाँ राइट करो. वो दुकान है. हाँ वो काला वाला बोर्ड है ना. हाँ वो दुकान है. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിക്കണം. കമീസ് टेक फोन. मोबाइल में है. हां ये मोबाइल में है. हां ईमेल. हां दे दे. हां ईमेल. हां तो बंदे बहुत अस्सलाम वालेकुम. ये എത്ര കറങ്ങി നമ്മള് എത്ര കറങ്ങി നമ്മൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. കറങ്ങി എവിടെ കറങ്ങി എവിടൊക്കെ കറങ്ങി എവിടെ കറങ്ങി കള്ളൊന്നില്ല കിട്ടി.
അപ്പൊ നമ്മള് എന്താ അൻസാറിനായിട്ട് വന്നിട്ട് അൻസാറിനായിട്ട് ഫോൺ എടുത്ത് നമ്മളെ മുത്തുമണിന്റെ അടുത്ത് കഴിഞ്ഞിട്ട് വന്നത്. എല്ലാവർക്കും പിന്നെ അറിയുന്നുള്ള നമുക്ക് വിശ്വസിക്കാം അല്ലേ? അന്നെ അറിയാത്ത ആൾക്കാരുണ്ടാവും. പിന്നെ നിന്റെ കൂടെ പഠിച്ചേട്ടാ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ്. അപ്പൊ ഇനി തിരിച്ചു പോവാണ്. ഫോൺ വയ്ക്കുന്നത് ബാക്കി പോയി കാണാം ബാക്കി നാളെ. പിന്നെ തിരിച്ചു വരുന്നത് നമ്മൾ കാണിച്ചു. കാരണം എന്താ വെച്ചാൽ അവനൊരു സ്ഥാപനത്തിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവനക്കുണ്ടാവും. അപ്പം അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ഫോൺ എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. അപ്പം നമുക്ക് തിരിച്ചു പോവുകയാണ്. വരുന്ന വഴിക്ക് ഒരുപാട് വഴി തെറ്റിയിട്ടാണ് വന്നെങ്കിലും തിരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കാം. ഉറക്കം ശരിയായിട്ടില്ല, സാരല്ല, നമുക്ക് നോക്കാം. എല്ലാ പരിപാടിയും കഴിഞ്ഞ് नाटक भाई वो दूसरा जगह में जाएगा सिग्नल बंद हो गया इधर से अब നമ്മളെല്ലാം പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തി. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, നേരെ പോവുക, കുറച്ച് നേരം കൂടെ തുറങ്ങുക, ഡ്യൂട്ടിക്ക് പോവുക. അപ്പോൾ നേരത്തെ വീട് കൊണ്ടു കട്ടുകൂട്ടാം. ബൈ.